കേരളത്തിൻ്റെ മലയാളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പൂരങ്ങളുടെ പൂരം എന്നറിയപ്പെടുന്ന ഒരു ലോകോത്തരമായ ചിരപ്രതിഷ്ഠ നേടിയ തൃശ്ശൂർ പൂരം വരവായി. ഏപ്രിൽ 30-നാണ് തൃശ്ശൂർ പൂരം കൊടിയേറ്റം നടക്കുന്നത്. മെയ് 4-നാണ് സാമ്പിൾ വെടിക്കെട്ട്. പൂര വിളംബരം നടക്കുന്നത് മെയ് 5-നാണ്. പ്രധാന പൂരം നടക്കുന്നത് മെയ് 6-ാം തീയതിയാണ്. വെടിക്കെട്ട് മെയ് 7-ാം തീയതി 4 മണിക്ക്, പുലർച്ചെ 4 മണിക്കാണ് വെടിക്കെട്ട് ഉണ്ടാവുന്നത്. അപ്പം ഈ പ്രാവശ്യത്തെ പൂരം അതിൻ്റെ ഏറ്റവും ഭംഗിയായി നടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങൾ നടക്കുകയാണ്. നമുക്കറിയാം, അതിൻ്റെ വർക്കുകൾ ആരംഭിച്ചു കഴിഞ്ഞു. ക്ഷേത്രത്തിൻ്റെ എല്ലാ പ്രധാന ഭാഗങ്ങളിലും അതിൻ്റെ വർക്കുകൾ നടക്കുന്നു. അതിൻ്റെ പന്തലുകൾ ഒരുങ്ങുന്നു. അതിൻ്റെ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പൂരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകൾ ആരംഭിക്കുന്നത് ഏപ്രിൽ 30-ന് കൊടിയേറ്റം തൊട്ട് പിന്നെ മെയ് 4-ാം തീയതി നടക്കുന്ന സാമ്പിൾ വെടിക്കെട്ട്. അതുപോലെ തന്നെ ഏറ്റവും നമ്മൾ ചാനലുകളിലൊക്കെ കാണുന്നൊരു വളരെ ഭംഗിയുള്ളൊരു ചടങ്ങാണ് പൂര വിളംബരം. തെക്കേ ഗോപുര നട ഒരു ഗജ സാമ്രാട്ട് തുറക്കുന്നൊരു രംഗം. അത് ഈ പ്രാവശ്യം അതിന് ഭാഗ്യം ലഭിച്ചത് എറണാകുളം ശിവകുമാർ എന്ന ഒരു ഗജ വീരനാണ്. അപ്പം ആ ഒരു ചടങ്ങ്. അതിനുശേഷം മെയ് 6-ാം തീയതി പൂരം രാവിലത്തെ മേളം, ഇലഞ്ഞിത്തറ മേളം അടക്കമുള്ള നമ്മളെ പ്രധാനപ്പെട്ട താളമേളങ്ങൾ, അതിനുശേഷം നടക്കുന്ന കുടമാറ്റം. ഇതൊക്കെയാണ് തൃശ്ശൂർ പൂരത്തിൻ്റെ ഏറ്റവും ഭംഗിയേറിയ ഒരു മനോഹരമായ ചടങ്ങുകൾ. ശരിക്കും ലോകമെമ്പാടുമുള്ള മലയാളികൾ അതിനായി കാത്തിരിക്കുകയാണ്. ഈ വർഷം 2025-ലെ വെടിക്കെട്ട്, കഴിഞ്ഞ വർഷം നമുക്കറിയാം വേറെ വിവാദങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ആയിരുന്നു. പക്ഷേ ഈ വർഷം വളരെ അതിൻ്റേതായ എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്തുകൊണ്ട് ഈ വർഷത്തെ വെടിക്കെട്ട് മെയ് 7-ാം തീയതി 4 മണിക്ക്, പുലർച്ചെ 4 മണിക്കാണ് ക്രമീകരിച്ചിരിക്കുന്നത്. നമുക്കറിയാം, തൃശ്ശൂർ പൂരം വടക്കുംനാഥ ക്ഷേത്രത്തിൻ്റെ ചുറ്റുമുള്ള വിശാലമായ ഏക്കർ കണക്കിന് സ്ഥലത്ത് ശരിക്കും സൂചി കുത്താനിടമില്ലാത്ത രീതിയിൽ അത്രയും ജനസാഗരമായിരിക്കും തൃശ്ശൂർ പൂരത്തിന്. ലോകത്തെമ്പാടും ആ പൂരം കാണാൻ വേണ്ടി മാത്രം എത്തുന്ന ആളുകളുണ്ട്. അന്നത്തേക്ക് ആ ദിവസത്തിന് വേണ്ടി മാത്രം ആ കുടമാറ്റവും താളമേളവും ആസ്വദിക്കാൻ ലോകത്ത് നിന്ന് ഈ ഓരോ കോണിൽ നിന്നും ഇവിടെ എത്തുന്ന, തൃശ്ശൂരെത്തുന്ന, വടക്കുംനാഥ സന്നിധിയിലെത്തുന്ന, തൃശ്ശൂർ സ്വരാജ് ഗ്രൗണ്ടിലെത്തുന്ന, തെക്കേ ഗോപുര നടയിലെത്തുന്ന മലയാളികൾ, തൃശ്ശൂർ പൂര ആവേശം മനസ്സിൽ സൂക്ഷിക്കുന്ന മലയാളികൾ, അവർ ഈ സമയം എങ്ങനെയെങ്കിലും നാട്ടിൽ എത്തി ആ മേളം ആസ്വദിക്കും എന്നുള്ളത് തന്നെയാണ്. നമ്മളിപ്പോൾ കാണുന്നത് ആ കവാടമാണ്. കവാടത്തിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കവാടത്തിലൊക്കെ വർണ്ണശബളമായ ലൈറ്റുകളും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്യുന്നൊരു കാഴ്ച നമുക്ക് കാണാം. തൃശ്ശൂർ പൂരം ആസ്വദിച്ച ആളുകൾക്ക് മനസ്സിലാവും. അതിൻ്റെ ഒരു വർക്കുകളാണ് ഇപ്പം നടക്കുന്നത്. തീർച്ചയായിട്ടും അതിൻ്റെ മുന്നൊരുക്കങ്ങൾ വളരെ വേഗത്തിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി കുറഞ്ഞ ദിവസം, 2-3 ദിവസങ്ങൾ കൊണ്ട് ആ പൂരാവേശത്തിലേക്ക് തൃശ്ശൂർ കടക്കുകയാണ്. നമുക്കിപ്പോൾ കാണാം രാഗം തിയേറ്റർ, തൃശ്ശൂരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു തിയേറ്ററാണ് രാഗം. അവിടെയും വലിയൊരു പൂരം നടക്കുകയാണ്. തുടരും എന്ന ഒരു മോഹൻലാൽ ചിത്രം, അവിടെയും ഒരു പൂരാവേശം തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഒരു സൂപ്പർ ഹിറ്റിലേക്ക് പോവുകയാണ് ആ പടം തുടരും. മലയാളികളുടെ പ്രിയപ്പെട്ട മോഹൻലാലിൻ്റെ സിനിമ. അങ്ങനെ തൃശ്ശൂരിൻ്റെ ഒരു വൈബ് രാഗം തിയേറ്ററും അതുപോലെ തന്നെ ഭാരത ഹോട്ടലും, അങ്ങനെ എന്താ പറയുക, പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ, തൃശ്ശൂരിൻ്റെ ഐക്കണായിട്ടുള്ള പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ. ഇത് നമ്മുടെ മറ്റൊരു കവാടം നമ്മൾ കാണുന്നു. ഇത് നമ്മുടെ ഗണപതി വിഘ്നേശ്വരൻ്റെ മുന്നിലുള്ള കവാടമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ വർക്കും നടന്നുകൊണ്ടിരിക്കുകയാണ്. വിഘ്നേശ്വരൻ്റെ സമീപം നടക്കുന്ന ആ കവാടത്തിൻ്റെ MG റോഡിലേക്ക് ഭാഗത്തേക്കുള്ള MG റോഡിൻ്റെ ആ സൈഡിലേക്കുള്ള കവാടമാണ്.
അവിടെയാണ് വിഘ്നേശ്വരൻ്റെ പ്രതിഷ്ഠയുള്ളത്. അതിൻ്റെയും വർക്ക് വളരെ വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കാണാൻ പറ്റുന്നു അതിൻ്റെ വർക്കുകൾ നടക്കുന്നത്. തീർച്ചയായിട്ടും പൂരത്തിൻ്റെ ഒരു പൂരത്തെ സ്വീകരിക്കാൻ തൃശ്ശൂരും മലയാളി സമൂഹവും ലോകമെമ്പാടുമുള്ള മലയാളികളും സന്നദ്ധരായി കാത്തിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. തീർച്ചയായിട്ടും ഈ വർഷത്തെ 2025 പൂരം മലയാളികൾക്കും ലോകത്തെമ്പാടുമുള്ള മലയാളികൾക്കും ആസ്വദിക്കാൻ കഴിയട്ടെ. മലയാളികൾക്ക് മാത്രമല്ല, എല്ലാവർക്കും, ലോകത്തെമ്പാടുമുള്ള കലാ ആസ്വാദകർക്ക് ആസ്വദിക്കാൻ കഴിയട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. തൃശ്ശൂർ പൂരത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ആശംസകളോടെ മിറർ ഓഫ് കേരള.